ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡിന്നർ കോംബോ ആണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു കറിയും അതേപോലെ തന്നെ പുട്ടുമാണ്. പുട്ട് ഒരുപാട് ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ്. ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ കേട്ടോ. പാൽപുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഒറിജിനൽ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത്. എല്ലാവരും കണ്ടു നോക്കുക. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ്. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് വഴറ്റൊന്നും ചെയ്യാണ്ട് കുക്കറിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ വറ്റിച്ചതുമാണ്. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ ആ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. കുക്കറിലേക്ക് ഞാനിപ്പോൾ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ച് ഇട്ട് കൊടുത്തു. 2 മീഡിയം സൈസുള്ള ഉള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 2 മീഡിയം സൈസുള്ള തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം റഫായിട്ട് അങ്ങ് അരിഞ്ഞാൽ മതി. പിന്നെ അതാ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. പിന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് ഗരം മസാല പൊടിയാണ്, അത് 1 ടീസ്പൂൺ. പിന്നെ വേണ്ടത് പെരുംജീരകത്തിൻ്റെ പൊടിയാണ്, അത് 1/2 ടീസ്പൂണാണ് ഇട്ടത്. പിന്നെ ടൊമാറ്റോ പേസ്റ്റ് ഇങ്ങനെ പാക്കറ്റിൽ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും, ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്താണ്. പിന്നെ 1 ടീസ്പൂൺ വിനാഗർ സുർക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നോക്കിയിട്ട് ചേർത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ വഴറ്റാനോ ഇതാക്കാനോ ഒന്നുമില്ല, എണ്ണയൊന്നും ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് തിരുമ്മി എടുക്കണം കേട്ടോ. ഇത് കൈയിലോണ്ട് മിക്സ് ആക്കി എടുക്കരുത്, നിങ്ങൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കുക. കാരണം ഉള്ളിയൊക്കെ നമ്മൾ കുറച്ച് റഫായിട്ടാണ് അരിഞ്ഞത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 1/4 കപ്പ് വരെ ഒരു വെള്ളം, ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്, മുഴുവനായിട്ട് ഒഴിക്കുന്നില്ല. ഒരു 1/4 കപ്പ്, ആ കൈയൊന്ന് കഴുകി അതിൽ ഒഴിച്ചാൽ മതി, അത്രേ ആവശ്യമുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം തീ കത്തിച്ച് കൊടുക്കുക. എന്നിട്ട് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക കേട്ടോ. പുതിയ കുക്കറൊക്കെ ആണെങ്കിൽ 1 വിസിൽ മതിയാവും, അല്ലാന്നുണ്ടെങ്കിൽ 2 വിസിൽ വന്ന ഉടനെ തീ ഓഫ് ചെയ്താൽ മതി. കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചിക്കനൊക്കെ വെന്ത് ഉടഞ്ഞു പോകും. ഇനിയിപ്പോൾ അത് വേവണ നേരം കൊണ്ട് ഞാനിപ്പോൾ പാൽപ്പുട്ടിൻ്റെ പ്രിപ്പറേഷനാണ് കാണിക്കുന്നത്. ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി. നെയ്ക്കാണ് കൂടുതൽ ടേസ്റ്റ്. 1 ടേബിൾ സ്പൂൺ നിറച്ചിട്ട് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ആവട്ടെ. മെൽറ്റ് ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ക്യാരറ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്. വളരെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റാണ്, 2 വലിയ സൈസുള്ള ക്യാരറ്റാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ വലിയ സൈസുള്ള 2 എണ്ണം നന്നായിട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചത്. ഇനി ഇത് ഈ നെയ്യ് കിടന്ന് 1 മിനിറ്റ് നേരം മതി കേട്ടോ. ഒരുപാട് നേരിട്ട് വഴറ്റൊന്നും വേണ്ട, വെന്തുടയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ സോട്ടായി വന്നാൽ മതി. ആ ഒരു കളറൊന്ന് ഇളകാൻ തുടങ്ങും, ആ ഒരു സമയം വരെ മതി. അപ്പോൾ അതൊന്ന് കളർ ഇളകി നന്നായിട്ടൊന്ന് വാടി വന്നാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, തേങ്ങ ചിരണ്ടിയത്. തേങ്ങയൊക്കെ കുറച്ച് കൂടിയാലും കുറഞ്ഞാലും ഒന്നും പ്രശ്നമൊന്നുമില്ല. കൂടിയാലും ടേസ്റ്റ് ഉണ്ടാവും, കുറഞ്ഞാലും കുറച്ച് ടേസ്റ്റ് കുറയും, അത്രേ ഉള്ളൂ. അപ്പോൾ തേങ്ങയും കൂടെ ചേർത്തിട്ട് തേങ്ങ ഒന്ന് ചൂടായാൽ മതി കേട്ടോ. വാടി വരണ്ട, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. തേങ്ങ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇപ്പോൾ ദാ നമ്മളെ പാൽപ്പുട്ടിലേക്കുള്ള മിക്സാണിത്. ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക. ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് പാൽപ്പുട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതാ പുട്ടുപൊടിയാണ് എടുക്കുന്നത് കേട്ടോ. ഒരു 3 കപ്പ് പൊടിയാണ് എടുത്തത്. അജ്മിൻ്റെ പുട്ടുപൊടിയാണ് ഞാൻ എടുത്തത്. ഒരു 3 കപ്പ് കേട്ടോ. അതിലേക്ക് നമ്മൾ വെള്ളത്തിന് പകരം ചേർക്കുക തേങ്ങാപ്പാലാണ്, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. ഒരു 2 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ എടുത്തു കേട്ടോ. 3 കപ്പ് പൊടി എടുക്കുകയാണെങ്കിൽ 2 കപ്പ് തേങ്ങാപ്പാൽ എടുത്താൽ മതി. പിന്നെയും പോരാൻ തോന്നുകയാണെങ്കിൽ ചില പുട്ടിന് ചില വ്യത്യാസം ഉണ്ടാവും, ചില പുട്ടുപൊടിക്ക്. അപ്പം അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താണ്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഉപ്പൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എല്ലായിടത്തും ആവുന്ന രീതിയിൽ. ഉപ്പൊന്ന് മിക്സ് ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. ആ തേങ്ങാപ്പാൽ മുഴുവനായിട്ട് ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. 2 കപ്പ് എനിക്കിവിടെ റെഡിയാണ്, കറക്റ്റ് അളവാണ്. ഇനിയിപ്പോൾ പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അത് നന്നായിട്ട് ആ ഒരു മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇത് കുഴക്കുന്ന സമയത്ത് നല്ല ലൂസായിട്ടാണ് ഉണ്ടാവേണ്ടത് കേട്ടോ. നമ്മളൊരു ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ആ ഒരു പാകത്തിലാണ് മാവ് ഉണ്ടാവേണ്ടത്. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ കുഴക്കുന്ന സമയത്ത് കാണിച്ചു തരാം. കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ നല്ല ലൂസായിട്ട് കേട്ടോ, കുറച്ചല്ല പക്ഷെ നല്ലോണം ലൂസായിട്ട് ഈ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലില്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് ലെവൽ ചെയ്തൊന്ന് പൊത്തി അവിടെ വെക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് റെസ്റ്റ് കൊടുക്കണം. ഞാനിവിടെ പൊത്തി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിയട്ടെ, അപ്പോഴാണ് കറക്റ്റ് പാകത്തിൽ ഇതായിട്ട് വരിക കേട്ടോ. ഇപ്പോൾ അതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ പുട്ടുപൊടിയൊക്കെ നന്നായിട്ട് സെറ്റായിന്. ഇനി ഇത് നല്ല ഒന്ന് അടർത്തിയെടുക്കുക. നമ്മൾ അമർത്തി വെച്ചുകൊണ്ട് തന്നെ അങ്ങനെ കട്ടായിട്ടാണ് ഉണ്ടാവുക. അതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. 2 കൈയും വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ അത് ഫുള്ളായിട്ട് കട്ടായിട്ടാണ് ഉണ്ടാവുക. നന്നായിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ കറക്റ്റ് പാകത്തിലുള്ള പുട്ടുപൊടിയായിട്ട് വരും. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാനൊന്ന് പൊടിച്ച് കൊടുക്കുന്നുണ്ട്. കട്ടായിട്ടാണ് ഉണ്ടാവുക. ഇപ്പോൾ അത് ഫുള്ളായിട്ട് ഞാനിതുവരെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുത്തതാണിത്. ഇപ്പോൾ കണ്ടില്ല, നല്ല കറക്റ്റ് പാകത്തിലുള്ള പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ആയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റും തേങ്ങയും നെയ്യിൽ വാട്ടി വെച്ച അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു 3 കപ്പ് പൊടിൻ്റെ അളവാണ് ഞാൻ ഈ പറഞ്ഞത് മൊത്തം. ഇതിൽ നിങ്ങൾ പൊടിൻ്റെ അളവ് കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണേ.
ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഇതും കൂടെ ഈ ഒരു പുട്ടുപൊടിയിൽ മിക്സ് ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ നല്ലൊരു ഓറഞ്ച് കളറാണ് ഈ ഒരു പുട്ടിനുണ്ടാവുക. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടോ. ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ കറിയൊന്നും വേണ്ട, ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ വേണ്ടി പറ്റും. പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്താൽ ഒരു മധുരം വരുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാവും. അപ്പോൾ അതിന് വേണ്ടി ചേർക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ ചെറിയ മക്കളൊന്നുമില്ല, പിന്നെ നമുക്ക് ആ മധുരത്തിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ചേർക്കണില്ല കേട്ടോ. ഓൾറെഡി നമ്മൾ ക്യാരറ്റൊക്കെ ചേർക്കുന്നതുകൊണ്ട് ചെറിയൊരു മധുരം ഉണ്ടാവും, കൂടുതൽ മധുരത്തിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ അത് റെഡി ആയോ എന്നറിയാൻ ഇങ്ങനെ ഒന്ന് പിടിച്ച് നോക്കിയാൽ ഇതിങ്ങനെ കട്ടായിട്ട് വരണം. പിന്നീട് ഉടച്ച് കഴിഞ്ഞാൽ പൊടിയായിട്ടും വരണം. അതാണ് കറക്റ്റ് പാകം എന്ന് പറയുന്നത് പുട്ടിൻ്റെ കുഴക്കൽ കേട്ടോ. ഇതിപ്പോൾ റെഡിയാണ്, ഇതിനെ അവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കുന്ന ഇതെടുത്തിട്ടുണ്ട്, സ്റ്റീലിൻ്റെ എൻ്റെ കുക്കറിൻ്റെ മേലെ വെക്കുന്നതാണ്. അപ്പോൾ അടിയിലതാ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ കുറച്ച് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് 3 പീസായിട്ടാണ് ഞാൻ ഇതിൽ ഉണ്ടാക്കൽ കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിലൊന്ന് പറഞ്ഞാൽ ഒരു ടിപ്പാണ്, നിങ്ങൾക്ക് അസിഡിറ്റിൻ്റെ പ്രശ്നമുള്ള ആൾക്കാരുണ്ടാവും, അതേപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നം അതന്നെയാണ്, സെയിം സാധനം തന്നെ. അസിഡിറ്റി എന്ന് പറയുന്നത് ഗ്യാസൊക്കെ ഒന്ന് തന്നെയാണ്. ആ ഒരു പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ തേങ്ങ കുറച്ചാൽ മതി കേട്ടോ. തേങ്ങ ഇല്ലാണ്ട് ഉണ്ടാക്കലായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. തേങ്ങ ആവിയിൽ കയറിയിട്ടുള്ള തേങ്ങ കഴിക്കുകയാണെങ്കിൽ ഈ അസിഡിറ്റി ഉള്ള ആൾക്കാർക്ക് കൂടുതലാവും കേട്ടോ. ഭയങ്കര നെഞ്ഞിരിച്ചിൽ വരും. അധികം ആൾക്കാരും പറയണ കേൾക്കില്ലേ, ഈ പുട്ട് തിന്നാൽ ഭയങ്കര നെഞ്ചരിച്ചിലാണെന്നുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ഈ തേങ്ങ ആവിയിൽ വെന്ത തേങ്ങ കഴിക്കുന്ന സമയത്ത് കൂടുതലാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ തേങ്ങ ഒന്ന് കുറച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്, എനിക്ക് ഇവിടെ തേങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ആവി വന്നിട്ടുണ്ട് കുക്കറിൻ്റെ, അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് സ്റ്റീം ആവട്ടെ കേട്ടോ. നന്നായിട്ട് സ്റ്റീം ആയി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മളെ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ കറി ഞാനിവിടെ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. 2 വിസിലാണ് ഞാനിവിടെ വേവിച്ചെടുത്തത്, പക്ഷെ അതന്നെ അധികമായിരുന്നു, 1 വിസിൽ മതിയായിരുന്നു. പുതിയ കുക്കറൊക്കെ ആണെങ്കിൽ 1 മതി കേട്ടോ. ഒറ്റ വിസിൽ വന്നിട്ട് തീ ഓഫ് ചെയ്തോ, അല്ലാന്നുണ്ടെങ്കിൽ 2 വിസിൽ വന്നിട്ട് ഓഫ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ചിക്കൻ്റെ പീസസ് മാത്രം ഞാൻ മാറ്റിയെടുക്കുകയാണ്. ആ ഒരു കറിയും ഗ്രേവിയും ഒന്നും എടുക്കരുത്. അപ്പോൾ ഞാൻ അതിൻ്റെ പീസ് മാത്രം ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. അതിൽ ആ ഉള്ളി ഇതൊന്നും വന്നു പോകരുത്. അത് മുഴുവനായിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാനുള്ളതാണ്. ഇപ്പോൾ അതാ ഫുള്ളായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ ഗ്രേവി മാത്രം, പീസസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല, നന്നായിട്ട് ആവി വന്നു. ഇങ്ങനെ ആവി വന്നു കഴിഞ്ഞാൽ 2 മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ട് ആവി വരട്ടെ. അതിൻ്റെ ശേഷം ഞാനത് കുത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പുട്ടും കൂടിയാണ്. അപ്പോൾ മക്കളൊക്കെ, ചെറിയ മക്കളൊക്കെ ഒന്ന് ഉഷാറാവാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ് കേട്ടോ. നല്ല ആരോഗ്യം പുഷ്ടിപ്പെടുക എന്ന് പറയില്ല, അതിനൊക്കെ പറ്റിയ പുട്ടാണ്. കാരണം നെയ്യാണ്, പിന്നെ ഒന്ന് ക്യാരറ്റാണ്, തേങ്ങയാണ്, പിന്നെ തേങ്ങാപ്പാലുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് തന്നെ നല്ല ഉഷാറാവാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ അത്. അതുകൊണ്ട് മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയതാണ്. ഇനിയിപ്പോൾ ഞാനൊരു കാസ്റ്റ് അയണിൻ്റെ കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഇൻഡസ് വാലിൻ്റെ കടായിയാണ്. വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡസ് വാലിൻ്റെ സൈറ്റിൽ പോയിട്ട് വാങ്ങിയാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കരിവേപ്പിലയും പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു മാറ്റി വെച്ച ഗ്രേവി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം തീ ആക്കി വെച്ചിട്ട് ഇതിനൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. കുറച്ച് സമയം എടുക്കും ഇതൊന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട്. ഒരു 5-6 മിനിറ്റ് ടൈം വേണ്ടി വരും കേട്ടോ. ഇതൊന്ന് വറ്റി വരണമെങ്കിൽ നന്നായിട്ടൊന്ന് വറ്റിക്കോട്ടെ. എത്രത്തോളം വറ്റണം എന്നുള്ളതൊക്കെ നിങ്ങൾ എന്തിൻ്റെ കൂടെ കഴിക്കുന്നുള്ളതിനനുസരിച്ചിരിക്കും. ഇപ്പോൾ പുട്ടിനായതുകൊണ്ട് അധികം നമുക്ക് കറിയൊന്നും ആവശ്യമില്ല. ഇത് വെറുതെ കഴിക്കാൻ പറ്റുന്നൊരു പുട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഇത്രയാണ് വറ്റിച്ചെടുത്തത്. ഈ ഒരു ഇതിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. എനിക്ക് ഇത്രയും മതി. ഇതിലും കൂടുതൽ വറ്റിക്കണമെങ്കിൽ ഇനിയും കൂടുതൽ വറ്റിച്ചെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ പീസില്ല, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ആദ്യം തന്നെ ചിക്കൻ പീസ് നിങ്ങൾ മാറ്റാണ്ട് വറ്റിച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ പീസസ് മൊത്തം ഉടഞ്ഞു പോകും. അതിൽ നിന്ന് പിന്നെ ഇറച്ചി വേറെ വേറെ എടുക്കേണ്ടി വരും. ഫുള്ളായിട്ട് എല്ലും മറ്റേ ചിക്കനൊക്കെ ഇതായി പോകും, ഒന്നായിട്ട് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് പീസസ് ആദ്യം മാറ്റി വെക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ അതും കൂടെ ഇട്ടിട്ട് 2 മിനിറ്റ് നേരം തിളപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ നമ്മൾ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറി എന്ന് പറഞ്ഞുകൂടാ, അത്യാവശ്യത്തിന് കറി ഉണ്ട്, എന്നാലും ഫ്രൈ ആണെന്ന് വെച്ചാൽ ഫ്രൈയും ആണ്. ആ ഒരു വരട്ടിയ ടേസ്റ്റാണ് ഇതിന് വരിക കേട്ടോ. നല്ല ടേസ്റ്റാണ്, എന്തിൻ്റെ കൂടെയും കഴിക്കാം. എന്നാലാണെങ്കിൽ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മെനക്കടോ ഒന്നുമില്ല. എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് കുക്കറിൽ ഒരു വിസിൽ വന്നാൽ മതി. ഇപ്പോൾ അത് ഞാൻ ഇവിടെ കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാൽപ്പുട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഒരുപാട് ഭയങ്കരമായിട്ട് വൈറലായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ് ഈ ഒരു പാൽപ്പുട്ട് എന്ന് പറയുന്നത്. ഞാനിതിൻ്റെ മുന്നേ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. എല്ലാവരും കാണിക്കുന്ന സമയത്ത് ഞാനിത് കാണിച്ചില്ല കേട്ടോ. എനിക്ക് അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ വിചാരിക്കും എല്ലാവരും കാണിക്കണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് കാണിക്കുന്നതെന്നുള്ള ആ ഒരു ഇതിൽ ഞാനങ്ങ് ഒഴിവാക്കി പോണതാണ്. ഇന്നിപ്പോൾ ഞാനിങ്ങനെ എന്താ ഉണ്ടാക്കുക എന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയതാണ് എന്നാൽ പാൽപ്പുട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നുള്ള. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിട്ട്. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ ഓക്കെയാണ്. പക്ഷെ എല്ലാന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്ക്. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ, അടിപൊളിയാണ്. പറയാൻ വാക്കുകളില്ല, അത്രയും അടിപൊളിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി. ഇവിടെ സൂപ്പർ ടേസ്റ്റിയായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു കറി ഉണ്ടല്ലോ, ഇതിൻ്റെ കൂടെ സൂപ്പർ കോംബോ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാനും മറന്നു പോകരുത്. എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക് കേട്ടോ. ഒന്ന് ഒരു ലൈക്ക് വന്നോട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വെറൈറ്റി റെസിപ്പിയൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.